ഇന്നലെ ഈ വിമതരെയും അപരന്മാരെയും ഒക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവരെ നയനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സജീവമായി നടന്നു. അതിൽ ഒരുപക്ഷെ കൂടുതലിടത്ത് വിജയിച്ചത് കോൺഗ്രസ് ആണ്, UDF ആണ്. കുട്ടനാട്ടിലടക്കം അവർ വിമതരെ അനുനയിപ്പിച്ചു. അതിനു മുമ്പും പലത്തും നമ്മൾ കണ്ടതാണ്, പുനലൂരിലൊക്കെ കണ്ടതാണ്. പക്ഷേ വിജയിക്കാതെ പോയത് ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ്. അത് തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമതൻ കൊയ്യം ജനാർദ്ദനൻ. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ആയിരക്കണക്കിന് വോട്ടർമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത പ്രവർത്തകർക്ക് സീറ്റ് നൽകാതെ CPM പുറത്താക്കിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ആണ് തന്റെ മത്സരമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിനെതിരെ വൈകാരികമായ രംഗങ്ങളുമുണ്ടായി. പാർട്ടിക്കാരൻ വരുന്നത് നമ്മൾ ഏത് പാർട്ടിയാലും സ്വീകരിക്കും. അത് നിലപാട് പാർട്ടിയിലേക്ക് വന്നാലല്ലേ പാർട്ടി ചിഹ്നം കൊടുക്കും. ആ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ പാർട്ടി സ്വീകരിക്കട്ടെ, അതൊന്നും ഞാൻ എതിരല്ല. പക്ഷേ പാർട്ടി ചിഹ്നം കൊടുക്കാതെ ഒരു ഷാള് പോലും, ത്രിവർണ്ണ നിറമുള്ള ഒരു ഷാള് പോലും അലർജിയായി കാണുന്ന ഒരു ഗോവിന്ദൻ മാഷ്, അതേപോലെ ഇന്നും എൻ്റെ നേതാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷ്, എൻ്റെ സഖാക്കളെ എന്ന് സംബോധന ചെയ്ത് ആ പഴയ ഇപ്പോഴും പാർട്ടി മാറാത്ത ആ ഗോവിന്ദൻ മാഷ് പറയുന്ന വാക്കുകൾ, ആ വാക്കിൽ എന്തർത്ഥമുള്ളത്? ഈ ഇപ്പുറത്ത് ഒരു UDFൻ്റെ സ്വതന്ത്രനായി നിന്നുകൊണ്ട് ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ ജനങ്ങൾ വഞ്ചിക്കപ്പെടുകയല്ലേ, ജനങ്ങളെ ചതിക്കുകയല്ലേ, വോട്ടർമാരെ ചതിക്കുകയല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് പറയല്ലോ, ഞാൻ പിൻവലിച്ചിട്ടില്ലെങ്കിൽ LDFന് കാശ് വാങ്ങി LDFൻ്റെ പിന്തുണ, ഞാൻ പിൻവലിച്ചാൽ ഇതേ ആളുകൾ ഗോവിന്ദ മാഷോട് കാശ് വാങ്ങിയെന്ന് പറയും. അതൊക്കെ എനിക്കറിയാം. ഞാൻ 19 കൊല്ലമായിട്ട് രാഷ്ട്രീയം കാണുന്നില്ല. പിൻവലിച്ചിട്ടില്ലെങ്കിൽ CPMൻ്റെ പിന്തുണ, പിൻവലിച്ചാൽ എന്താണ്, ഗോവിന്ദ മാഷ എടുക്കുന്നത് നല്ല കാശ് കിട്ടുകൊണ്ടാണ്. ഇന്നലെ കോൺഗ്രസ് കൊയ്യം ജനാർദ്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.